ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ആദ്യം ശ്രീ കെ അനിൽകുമാർ, നിനക്ക് എങ്ങനെടേ ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ? ഞങ്ങൾ RSSുമായും ചേർന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്ത് വിവാദം ഉണ്ടാകാനാണ്? ഈ ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ട സെന്റൻസിന്റെ പ്രഹരശേഷി ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ തലേന്ന് എന്താകും എന്ന് അറിയാത്ത ആളാണോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി? ആദ്യം ഞാൻ ഇന്നത്തെ ചർച്ചയിൽ ഒരു സന്തോഷകരമായ കാര്യം പറയുകയാണ്. ഒരേ സമയം രണ്ട് RSSകാരോട് സംവദിക്കാൻ എനിക്കൊരു അവസരം തന്നതിന് അഭിലാഷ് മോഹന് നന്ദി പറയുന്നു. ഒരു മാറ്റവും ഇല്ലല്ലോ. ബഹുമാനപ്പെട്ട ബി ഗോപാലകൃഷ്ണൻ ഉപേക്ഷിച്ചോ? സന്ദീപ് വാര്യരും നല്ല അല്ല അത് ഞാൻ വായിച്ചില്ല ഇതുവരെ. RSS രാജിവെച്ചതായി സന്ദീപ് വാര്യർ നാളെ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. RSSുമായി സഹകരിച്ചതിൽ എനിക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം കേരള സമൂഹത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ടോ? എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആവശ്യമില്ലാത്തത്? RSSൽ നിന്ന് രാജിവെക്കാതെ എങ്ങനെ കോൺഗ്രസ് ചേരാനാകും? ഇന്നത്തെ ഈ വിഷയത്തിനകത്ത് എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. RSS നിന്ന് രാജിവെക്കാത്ത ഒരാൾക്ക് കോൺഗ്രസിന്റെ വക്താവായി ഇവിടെ വരാം. ഇതാണ് ഇന്ത്യയിലെ RSS ഒരേപോലെ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കാൻ ആളെ വിടുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എതിരാളികൾക്ക് അടിക്കാൻ പാകത്തിനൊരു വടി കൊണ്ടുപോയി കൊടുക്കാനുള്ള അത്രയും ലാഘവ ബുദ്ധിയാണോ CPM സംസ്ഥാന സെക്രട്ടറി കാണിക്കേണ്ടത് എന്നുള്ളതാണ്. അവധാനതയോടുകൂടി രാഷ്ട്രീയം സംസാരിക്കേണ്ട സമയത്ത് അനായാസം അപ്പുറത്തെ പോസ്റ്റിൽ ഗോളടിക്കാൻ പാകത്തിനൊരു പന്ത് കൊണ്ട് വെച്ചു കൊടുക്കുകയായിരുന്നില്ലേ ചെയ്തത് അദ്ദേഹം? ഉത്തരം പറ. അല്ല, നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, അങ്ങനൊരു പന്ത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിന്റെ ചങ്കത്ത് നിന്ന് കൊള്ളുന്നത്, അവരുടെ ഗോൾ പോസ്റ്റ് കയറുന്നത്? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. എണ്ണി എണ്ണി മുഖ്യമന്ത്രി പറഞ്ഞത് നാട്ടിലെ ആളുകൾക്ക് മറന്നു പോകുന്ന കാര്യമാണോ? ഈ ജനങ്ങളെ മുഴുവൻ പൊളിറ്റിക്കൽ സയൻസിന്റെ ക്ലാസ് എടുത്ത് അന്ന് ജനതാ പാർട്ടി രൂപീകരിച്ചത് ഇങ്ങനെയാണ്, ജനതാ പാർട്ടിയിൽ ഇന്ന ആൾക്കാരാണ് ഉണ്ടായിരുന്നത്, അതിൽ മതേതരർ ഇത്ര, വർഗീയവാദികൾ ഇത്ര, ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ സമീപനം. ഇതൊക്കെ പറയാൻ ഒറ്റ വാചകത്തിന്റെ പ്രഹരശേഷിയിൽ അതെല്ലാം ഇല്ലാതാവില്ലേ? RSSുമായി ഞങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയേണ്ട ആളാണോ CPM സംസ്ഥാന സെക്രട്ടറി എന്നുള്ളതാണ് ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ ഈ നിലമ്പൂർ പ്രചരണമെല്ലാം അവസാന ശേഷം തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ച ആരാന്ന് എല്ലാവർക്കും അറിയാം. അവിടെ BJPയും പ്രതിപക്ഷ നേതാവും വേദി പങ്കിടുന്നു. അതിനൊന്നും ഇല്ലേ? എന്താ പ്രശ്നം? എന്താണ്? ആശാപ്രവർത്തകരുടെ യഥാർത്ഥ പ്രശ്നം കേന്ദ്രത്തിൻ്റെതാണ്. ആ കേന്ദ്രത്തിന്റെ നയം എന്ന് പറയുന്നതാണ് ആശാപ്രവർത്തകർക്ക് ഇന്ന് നിഷേധിക്കപ്പെടുന്നത്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. ഞങ്ങൾ ചർച്ച ചെയ്ത വികസനമാണ്, ഞങ്ങൾ ചർച്ച ചെയ്ത ക്ഷേമമാണ്, ഞങ്ങൾ ചർച്ച ചെയ്തത് മതനിരപേക്ഷതയാണ്. ഈ കേരളത്തെ പോലെ വർഗീയ കലാപമില്ലാത്തൊരു ഇന്ത്യ വേണ്ടേ? വേണമെങ്കിൽ കേരളത്തെ പോലെ ഒരു മാതൃകാ ഗവൺമെന്റ് ഇന്ത്യയിൽ വരണം. അദ്ദേഹം ഈ 6 മാസം മുമ്പ് ഞാൻ BJP വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നതിനെ കുറിച്ച് ഈ രീതിയിൽ അഭിപ്രായമൊക്കെ പറഞ്ഞല്ലോ. എന്തായാലും ഞാൻ അതിനെ പുച്ഛിച്ച് തള്ളാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അനിൽകുമാർ CPM-ലെ എത്രയോ താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരാളും അതല്ലെങ്കിൽ AK ബാലൻ, അദ്ദേഹം എനിക്കൊരു സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. അല്ല, AK ബാലനെ അപേക്ഷിച്ച് അദ്ദേഹം വളരെ ചെറിയ ആളാണ്. അപ്പോൾ ഞാൻ കോൺഗ്രസിൽ ചേർന്നതും എൻ്റെ മതേതര കണക്ഷൻസ് സംബന്ധിച്ചും AK ബാലൻ നൽകിയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ അത് ഫ്രെയിം ചെയ്ത് വെക്കാൻ പോവുകയാണ്. ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് AK ബാലട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതിലും വലിയൊരാളല്ല അനിൽകുമാർ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഞാൻ കോൺഗ്രസ് ചേർന്നതിന് ശേഷം, അല്ലെങ്കിൽ ഞാൻ കോൺഗ്രസ് ചേരുന്നതിന് മുമ്പ് സംഘപരിവാറുമായിട്ടുള്ള എൻ്റെ എല്ലാ ബന്ധങ്ങളും വിജയിച്ച് പരസ്യമായി അതിനെ തള്ളിപ്പറയുകയും ഞാൻ പൂർണ്ണമായിട്ടും RSS മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയോളജിയെ നിങ്ങളെക്കാൾ കൂടുതൽ ശക്തമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കോൺഗ്രസിൽ ചേർന്ന ശേഷം കോൺഗ്രസിന്റെ മതേതര ഐഡിയോളജി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് RSSനെതിരായിട്ട് BJPക്കെതിരായി നിരന്തരമായി പടവെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ CPM-നകത്തിരുന്നു കൊണ്ട് RSSന് വേണ്ടി സംസാരിക്കുന്ന, RSS ഭാഷയിൽ സംസാരിക്കുന്നയാളാണ് അനിൽകുമാർ. മലപ്പുറം ജില്ലയിലെ മുസ്ലിം പെൺകുട്ടികൾ തട്ടം ഉപേക്ഷിച്ചത് CPM-ന്റെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് പ്രസംഗിച്ച ആളല്ലേ അനിൽകുമാർ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഏതിനകത്തിരുന്നുകൊണ്ട്? CPM-നകത്തിരുന്നുകൊണ്ട് RSSന്റെ ഭാഷയിൽ പ്രസംഗിച്ച ആളാണ് അയാൾ. എനിക്ക് സെക്യുലർ സർട്ടിഫിക്കറ്റ് തരണ്ട കേട്ടോ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. നിങ്ങളുടെ സെക്യുലർ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. എന്നെ കോൺഗ്രസ്സുകാരനായിട്ട് കോൺഗ്രസ്സുകാർ ഏറ്റെടുത്തിട്ടുണ്ട്, UDF ഏറ്റെടുത്തിട്ടുണ്ട്. അതിലും വലിയൊരു സർട്ടിഫിക്കറ്റ് ഇനി AK സെന്ററിൽ നിന്ന് കിട്ടാനില്ല. അതവിടെ നിൽക്കട്ടെ. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങളും നോക്കൂ. ഈ
എന്ത് പച്ചക്കള്ളവും ഇതൊരു നടക്ക് പോണ മാതിരില്ല. പച്ച നുണയും വിളിച്ചു പറയാൻ അശേഷം മടിയില്ലാത്ത അങ്ങേയറ്റത്തെ ചർമ്മബലമുള്ള കൂട്ടരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന് CPM-കാരെന്ന് ഇന്നത്തെ സംഭവത്തോടെ തെളിഞ്ഞിരിക്കുകയല്ലേ. MP ഗോവിന്ദൻ രാവിലെ കൃത്യമായി അഭിലാഷിനോട് പറയുന്നു RSSുമായി ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പറഞ്ഞിട്ടില്ല. 47 സംയുക്ത വിധായക ദളിന്റെ കാര്യം പറയുമ്പോൾ പഞ്ചാബിൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് ആ മുന്നണിയുടെ കൺവീനറായി എന്ന് പറയുമ്പോൾ അനിൽകുമാർ അംഗീകരിക്കുന്നില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം പോലും 10 മണിക്ക് മാറ്റി പറയുന്ന ആളുകൾ എങ്ങനെയാണ് 67 കാര്യം അംഗീകരിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് 77 കാര്യം അംഗീകരിക്കാൻ പോകുന്നത്? ഇനി സത്യം ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ജനങ്ങൾ വിഡ്ഢികളാണെന്ന് അനിൽകുമാറും CPM-ഉം കരുതരുത്. നിങ്ങൾ എത്രയോ കാലമായി ദേശീയ തലത്തെ RSSുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന് തെളിവുകളുണ്ട്. നിങ്ങൾ മുന്നണികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഒരുമിച്ചിരുന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ച് എല്ലാ ദിവസവും അടൽ ബിഹാരി വാജ്പേയിയുടെ വീട്ടിലോ സുർജിത്തിന്റെ വീട്ടിലോ വൈകുന്നേരം ചായ കുടിച്ചിരുന്നവരാണ്. ഒരു മുന്നണിയുടെ ഭാഗമായിരുന്നവരാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒരു സെലക്റ്റീവ് അമിനീഷ്യ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഈ CPM മാറിയിട്ടുണ്ടോ? മിന്നാമിനിങ്ങിന്റെ സ്വഭാവമാണ്. ഇടക്കിടക്ക് സത്യം പറയും, ഇടക്കിടക്ക് സത്യം പറയുള്ളൂ. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ വലിയ എതിർപ്പാണ് കോൺഗ്രസുമായി. ജമാഅത്തെ ഇസ്ലാമി കൂടി. ജമാഅത്തെ ഇസ്ലാമി രാജ്യവിരുദ്ധ പ്രസ്ഥാനമാണ്, ഭരണഘടനയെ എതിർക്കുന്ന പ്രസ്ഥാനമാണ്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. പക്ഷേ ഇതേ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ് ഈ പല സ്ഥലങ്ങളിലും, മുക്കം കോഴിക്കോടടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇവർ പങ്കുചേർന്ന് ഭരിച്ചത്. പുറത്തുള്ള മണ്ടന്മാർ അത് അസൂയ കൊണ്ട് പറയുന്നല്ലേ ജോയിക്കുഞ്ഞ്. മഹാരാഷ്ട്രയിലേക്ക് വന്നാലോ, ഇന്നലെ വരെ തീവ്രമായ വളരെ തീവ്രമായിട്ടുള്ള എന്താ പറയാ മഹാരാഷ്ട്രീയവാദവും എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഹിന്ദുത്വവാദവും ഒക്കെ ഉന്നയിച്ച ശിവസേനയ്ക്കെതിരെ എന്തൊരു ആരോപണമായിരുന്നു. ആ ശിവസേന ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് മാറി. ആ ശിവസേനയെ കൂടെ കൊണ്ടുവന്നു. എന്റെ കയ്യിരിക്കുന്ന പുസ്തകം ഉണ്ടല്ലോ, ഇത് വെറുതെ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടൊരു ഇത് വേണ്ട. കാരണം പിണറായി വിജയൻ പുസ്തകമായിട്ട് വന്നേ. അതുകൊണ്ട് ഞാനും ഈ ചർച്ചയിൽ ദ ഫോർമേഷൻ ഓഫ് ജനസംഘ് എന്ന് പറയുന്ന ഒരു പുസ്തകമായിട്ടാണ് വന്നത്. ഈ പുസ്തകത്തിൽ 1967 UP-ല്, ബീഹാറില്, പഞ്ചാബില്, മധ്യപ്രദേശില് അവിടെയൊക്കെ തന്നെയും ഈ ജനസംഘവുമായി കൂട്ടിച്ചേർന്നതാണ് ഈ CPM. അയ്യോ എനിക്കിപ്പോ ബോധം പോകും. പക്ഷെ അടിസ്ഥാന പ്രശ്നം എന്താ? 100 ദിവസം, ഞാനൊന്ന് പറഞ്ഞ് തീർന്നോട്ടെ കേട്ടോ. 100 ദിവസം ആശാ വർക്കർമാർ സമരം ചെയ്തിട്ടും മിണ്ടാത്ത പിണറായി വിജയൻ. ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും, പല കാര്യങ്ങൾ സമരങ്ങൾ നടക്കുമ്പോഴും, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരക്ഷരം പോലും പറയാത്ത പിണറായി വിജയൻ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഇന്നിപ്പം വളരെ പെട്ടെന്ന് വന്ന RSSനെ ഇങ്ങനെ നഖശിഖാന്തം തെറി വിളിച്ചതിൻ്റെ അടിസ്ഥാനം എന്താ? ഈ അടിസ്ഥാനം എന്ന് പറയുന്നത് മലപ്പുറത്തെ മുസ്ലിം വോട്ടാണ്. ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി എന്നുള്ളത് ഇവർ മനസ്സിലാക്കണം. മലപ്പുറത്തെ മുസ്ലിം വോട്ട് നഷ്ടപ്പെടുവോ എന്നുള്ള ഭയാശങ്കയാണ്. അല്ല, ഇതിന്റെ കാലം കഴിഞ്ഞു അഭിലാഷേ. ഞാൻ പറഞ്ഞേ ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അവസരം വരുമ്പോൾ അവരോടും ഇവരോടും സഖ്യം ചെയ്ത് എങ്ങനെയും അധികാരം നിലനിർത്താനുള്ള അടവ് തന്ത്രത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. ഞാൻ എവിടെയാണ് ഇരുന്നേ? ഇവിടെ ചെറിയൊരു തലയിറക്കം. അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി? പറയാതെ തന്നെ കിട്ടിയല്ലോ. ഒരു സത്യം പറഞ്ഞു MV ഗോവിന്ദൻ. മിന്നാമിനിങ് ഇടക്കിടക്ക് പ്രകാശിക്കുന്നത് പോലെ ഒരു മിന്നാമിനിങ്ങിന്റെ രാഷ്ട്രീയമാണ് CPM-ന്റെ രാഷ്ട്രീയം. ഇടക്കിടക്ക് സത്യം പറയും. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, തൽക്കാലം ഇത്രയും മതി. വരട്ടെ.